എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ പ്രശംസ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമുദായം നമ്മളെ ബഹുമാനിക്കും എന്നൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ ഇതിനെയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിൽ വാസ്തവത്തിൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പണം, പ്രശംസ, ഇതിനൊക്കെ അപ്പുറത്തായിട്ടുള്ളൊരു സദ്ഗുണങ്ങളുണ്ടല്ലോ. അത് പല സമയത്തും നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കും. നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ, ബൈബിളിലാണ് അധികം അത് ആ വചനങ്ങളുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്താണ് വ്യത്യാസം? ഒന്നുമില്ല. പക്ഷെ നിങ്ങളെ സ്നേഹിക്കാത്തവരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളെ പറ്റി തെറ്റ് പറയുന്ന ആൾക്കാരെ, അവരെയും ചേർത്ത് പിടിച്ച് അവരെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അവരെ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അതല്ലേ വാസ്തവത്തിൽ ഒരു പ്രശംസയ്ക്ക് അർഹിക്കുന്നത്, അല്ലെങ്കിൽ അതല്ലേ പുണ്യം, ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഒരു വൺ മോർ ഗുഡ് അഡ്വൈസ്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ മനുഷ്യരെ നമ്മളെല്ലാവരും കണ്ടു കാണും, നിങ്ങളും കണ്ടു കാണും. അങ്ങനെ ഞാൻ കണ്ട ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു അനുഭവ കഥയാണ്. നേരിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന, ഞാൻ കണ്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്ന കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കണം. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെയും നമ്മൾ സ്നേഹിക്കാനുള്ള മനസ്സ് വേണമെന്നുള്ളതാണ് ഇതിലെ മൂല്യം. പക്ഷേ എവിടെയും കഥയൊന്നും അന്വേഷിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ചില നല്ല മനുഷ്യരിൽ ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനൊരു UK ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. കുറേ കൊല്ലം അവിടെ ഞാൻ വർക്ക് ചെയ്തു. ഇംഗ്ലീഷുകാരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പിന്നെ ഒരു ഇന്ത്യൻ ഫാക്ടറിക്ക് ഞാനിവിടെ ഹെഡായിരുന്നു. ഹെഡെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പല്ല, സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ തേർഡ് ലെവൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഞാനുണ്ടായിരുന്നു. എന്നെക്കാളും 3 or 4 ലെവലിലെ ആൾക്കാർ, സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേരളത്തിലൊരു വലിയ ഫാക്ടറിക്ക്, ആ ഫാക്ടറിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വലിയൊരു ഫാക്ടറിക്ക് ഞങ്ങൾ കോടികളുടെ സപ്ലൈ ചെയ്തു. അപ്പോൾ 20 കൊല്ലം മുമ്പോഴോ തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ അവിടുന്ന് പണം വരുന്നില്ല. അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർ വെള്ളക്കാര സ്റ്റൈലിൽ അവരിങ്ങനെ ലെറ്റർ അയക്കും. കുറച്ച് പേര് 3 or 4 കൊല്ലങ്ങളായിട്ട് വലിയൊരു എമൗണ്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പണം പോയി കുടുങ്ങിയാൽ ആ പണത്തിനെ അവിടെ നിന്ന് ഫോളോ ചെയ്ത് വാങ്ങിക്കുന്ന വർക്ക് ചെയ്യുന്നതല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ രാജ്യങ്ങൾക്ക് പോകും, അവിടുത്തെ ബിസിനസ് കൊണ്ടുവരും, അങ്ങനെ എക്സ്പോർട്ട് നോക്കും. അങ്ങനെ എക്സ്പോർട്ട് മെയിൻലി ഇൻ്റർനാഷണൽ ബിസിനസ്സായിരുന്നു എൻ്റെ. അപ്പോൾ അധികം ഞാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്നത് വളരെ കുറവായിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ഇത്രയും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര കോടി രൂപ ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ലണ്ടനിലുള്ള ടോപ്പ് മാനേജ്മെൻറ്റിന് ഇവിടെ ഇറങ്ങി, ഒരു ടീമായിട്ട് ഇറങ്ങി ഇവിടെ ഉള്ള ഇന്ത്യയിലുള്ള എൻ്റെ ബോസിനെ, പിന്നെ കുറേ പേരെയൊക്കെ ഭയങ്കര ചീത്ത വഴക്കൊക്കെ കാണുന്നുണ്ട് ഞാൻ. അപ്പം അതിൽ എനിക്ക് സംബന്ധമില്ലല്ലോ. അപ്പോൾ ഒന്ന് വിചാരിച്ച് ഞാൻ കെയർ ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു ക്യാബിൻ ഉണ്ടായിരുന്നു. ആ ക്യാബിനിൽ ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു. അപ്പോൾ ഒന്നും വലുതായിട്ട് ധ്യാനം അറിയാം. രാജയോഗ പഠിച്ചിരുന്ന സമയമാണ്. ഞാൻ യോഗയൊന്നും ചെയ്യില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കണ്ണടച്ചിട്ട് എല്ലാത്തിനും നന്ദി പറയും ദൈവത്തിനോട്. അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഗ്ലാസ് റൂമിൽ കൂടെ ഈ കമ്പനിയുടെ ചെയർമാൻ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പോലെയോ എന്തോ റെസ്റ്റ് എടുക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം നേരെ 2ാമത്തെ ദിവസം വാതിൽ തട്ടിയിട്ട് ഉള്ളിലേക്ക് വന്നു. ഇയാൾ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ 1 or 2 പ്രാവശ്യം സംസാരിച്ചിട്ടേ ഉള്ളൂ. 1-to-1 ഇരുന്ന് സംസാരിച്ചിട്ടില്ല. അയാൾ നേരെ വന്ന്
എൻ്റെ ക്യാബിനിൽ എൻ്റെ ചെയറിൽ ക്യാൻ ഐ സിറ്റ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ പറയുന്നത്, പ്ലീസ് സിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിച്ചു. അതെന്താ സംസാരിച്ചതെന്ന് ഇപ്പം ഞാൻ പറയേണ്ടതില്ല. പൊതുവെ ഒരു ചെയർമാനും ഒരു കമ്പനിയിലെ ഒരു മിഡിൽ ലെവൽ മാനേജറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനോട് എന്തൊക്കെയാണ് സംസാരിക്കുക. എന്നെപ്പറ്റി അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എൻ്റെ ദർശനങ്ങൾ എന്താണ് ദൈവത്തെ പറ്റിയുള്ള എൻ്റെ അറിവ്, അല്ലെങ്കിൽ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ ഞാനപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സുഹൃത്തിനെ പോലെ തോന്നി അദ്ദേഹം. അപ്പോൾ ഞാൻ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ത് പഠിച്ചു, എങ്ങനെയാണ് ഈ കമ്പനി നിങ്ങൾ ഫോം ചെയ്തത്, എന്താണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്താണെന്നൊക്കെ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, അയ്യോ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്, അയാൾക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ അറിവ് കാണിക്കാനാണോ അതൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ എൻ്റെ ഉൾമനസ്സിൽ എനിക്ക് കുറ്റബോധം വന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സുഹൃത്തായി, വളരെ നല്ലൊരു സുഹൃത്തുക്കളായി ഞങ്ങൾ. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, വി ആർ ഗോയിങ് ഫോർ ഡിന്നർ ടുഡേ. ഞാനും അപ്പോൾ ഇവരൊക്കെ എനിക്ക് മേലൊരു 3 ലെവൽ ആൾക്കാരുണ്ടല്ലോ, ടോപ്പായിട്ടുള്ള പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതിന് താഴെയാണ് ഞാൻ. അപ്പം ഇവർക്കൊക്കെ ഇതെന്താണ് സുരേഷിനോട് ഇത്ര ക്ലോസ് ആയോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, എനിക്ക് ആരും ഡിന്നർ പറഞ്ഞാൽ ഞാൻ സുരേഷിൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ അവിടെ ഡിന്നർ, അവിടുത്തെ ഒരു വലിയൊരു ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഓഫീസ് കാറിൽ ഞാൻ പോയി, അദ്ദേഹം മീറ്റിങ്ങിൽ വന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരു മുഖ്യമായ ആളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആളൊന്ന് പറഞ്ഞു, ഇങ്ങനെ സാർ ചെയർമാൻ വിളിക്കുന്നു, UK ചെയർമാൻ വിളിക്കുന്നു. അപ്പോൾ 10-15 പേരുള്ളൊരു വലിയ മീറ്റിങ്ങാണ്. അപ്പോൾ അവിടെ എന്നെ ഞാൻ എന്താ പറയുക, ചെറിയ എന്താ പറയുക, യങ് ഏജ് അല്ലേ, എനിക്ക് ഉള്ളിനുള്ളിൽ പേടി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ നിങ്ങളൊക്കെ ഉണ്ട്, ഇത്ര വലിയ അധിക ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു സാധാരണക്കാരനും ഇവിടെ ഇത്ര കഴിവുള്ള ഒരാൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ പ്രശംസിക്കുക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നു. അപ്പോൾ പറഞ്ഞു, ഈ സിനിമയിലൊക്കെ വരുന്നത് പോലെ 1 മാൻ കമ്മീഷൻ പോലെ സുരേഷിനെ ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്യാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന ഫാക്ടറിയിൽ ഇത്ര പണം കിട്ടാനുണ്ട്, സുരേഷ് അവിടെ പോകാം, അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ താമസിക്കാം, എത്ര കാലം വേണമെങ്കിൽ താമസിക്കാം, 1 മാസമോ 1.5 മാസം, മാക്സിമം 2 മാസം, അതിനുള്ളിൽ ഈ പണമൊക്കെ കളക്ട് ചെയ്ത് വന്നിരിക്കണം. ഇതൊരു വലിയൊരു ടാസ്ക്കാണ്. ഇതിന് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും സുരേഷിനെ സപ്പോർട്ട് ചെയ്യും, ലണ്ടനിലുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്യും. സുരേഷിൻ്റെ ഫോൺ കിട്ടിയാൽ ഉടനെ വിത്തിൻ 10 മിനിറ്റ്സ് അത് തിരിച്ച് ഫോൺ ചെയ്തിരിക്കണം. സുരേഷിൻ്റെ അപ്പോഴൊക്കെ ഫാക്സ് ഉണ്ടെങ്കിൽ ഉടനെ ഒരു റിപ്ലൈ ചെയ്യണം. പക്ഷേ 2 മാസത്തിനുള്ളിൽ ഇത് കളക്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് 2 മാസമൊക്കെയോ, അപ്പോൾ അവിടെ നവരാത്രിയുടെ സമയമൊക്കെയാണ്. അപ്പോൾ കുറേ ഗുരുക്കന്മാർ ഈ ഉപന്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് കുറേ എൻ്റെ പ്ലാനൊക്കെ മാറിപ്പോകുന്നല്ലോ പറഞ്ഞ് വിഷമം. അപ്പോൾ എന്താ പോകാൻ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അല്ല കുഴപ്പമില്ല, പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആ സ്ഥലത്തേക്ക് പോകണം. കേരളത്തിലുള്ള ഒരു വലിയൊരു ഫാക്ടറിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ചക്കുള്ള ഡ്രസ്സ്, അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് പോയാൽ മതി, പിന്നെ നമുക്ക് അവിടെ നാടല്ലേ, എല്ലാം നമുക്കറിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, അവർക്ക് മോന് എല്ലാം വേണ്ടതൊക്കെ ചെയ്യും, അമ്മ ഫോൺ ചെയ്ത് പറയാമെന്നൊക്കെ പറഞ്ഞു. അമ്മ ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്ക് വേണ്ടതൊക്കെ കമ്പനി തരുന്നുണ്ടല്ലോ, കുറേ പണമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ പോയി. അങ്ങനെ ഒരു വലിയൊരു ഹോട്ടലെടുത്തു. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ 1 മാസം ഞാൻ താമസിക്കേണ്ടി വരും, ഒരാഴ്ച ഷുവറായിട്ട് താമസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസൊക്കെ കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിലെ കാറെടുത്ത് ഞാൻ നേരെ ഫാക്ടറിക്ക് പോയി. ഫാക്ടറിയിൽ പോയപ്പോൾ ഞാൻ പൊതുവെ എവിടെയെങ്കിലും പോയാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അവിടുത്തെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പോയി ക്ലിയർ ചെയ്തിട്ട് വേണം ഞാൻ ഈ ടോപ്പിൽ പോയി കാണാനായിട്ട്. ഞാൻ ഹോട്ടലിൽ തന്നെ ആ ടോപ്പായിട്ടുള്ള ആളുടെ നമ്പർ കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സോ ആണ്, വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, മറ്റുള്ള ആൾക്കാർ വന്ന് പേയ്മെൻറ്റ് ചോദിക്കുന്ന പോലെയല്ല, ഇത് വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് നിൽക്കുകയാണ്, ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സൊക്കെ അഫക്റ്റ് ആയിരിക്കാൻ ഫണ്ടില്ലാതെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി സുരേഷ് വരുമോ. അപ്പോൾ അയാൾ എന്നോട്, ഞാൻ മലയാളത്തിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ ഒരു തമിഴിൻ്റെ ചുവ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചത് ഞാൻ ലണ്ടനിൽ നിന്ന് വന്നിരിക്കുകയെന്നാണ്. ലണ്ടൻ്റെ ഫാക്ടറി ഇവിടെ ചെന്നൈയിലുള്ള ഫാക്ടറിയാണത്. അപ്പം എൻ്റെ സംസാരം കേട്ടപ്പോൾ എന്തോ അദ്ദേഹം വിചാരിച്ചു വളരെ വലിയൊരു സീനിയർ ആയിരിക്കും എന്ന് വെച്ചാൽ അദ്ദേഹം ഓക്കെ എന്തിനാ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നതായിരിക്കാം. അങ്ങനെ ഞാൻ പോകുമ്പോൾ
ഞാൻ ആ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇന്ന കാറിൽ എൻ്റെ കാർ നമ്പറൊക്കെ ചോദിച്ചു. കാറിൽ വരും, അവർക്ക് സെക്യൂരിറ്റി ചെക്കൊന്നും വേണ്ട, നേരെ ഉള്ളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ മെയിൻ എൻട്രൻസിൽ പോയി നോക്കുമ്പോൾ എനിക്ക് ഷേക്കൻ തന്ന ഐ എം സോ ആൻഡ് സോ, ഞാനാണ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം ഷേക്കൻ തന്നു. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് ആരോടാ, നിങ്ങൾ ഫോണിൽ സംസാരിച്ച ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അയാൾ എന്തിനാണ് പണം ചോദിക്കാൻ വന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ റിസീവ് ചെയ്യും ആരെങ്കിലും. ഞാനിങ്ങനെ വിസ്മയിച്ച് അങ്ങനെ അയാളുടെ കൂടെ പോയി. അങ്ങനെ പോയി. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ കാണുന്നു, അങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയുന്നില്ല, എന്തോ ഞാൻ വല്ല അധ്യക്ഷൻ വരുന്നത് പോലെയൊക്കെ എന്നെ സ്വീകരിക്കുന്നുണ്ടല്ലോ. എനിക്ക് എൻട്രൻസ് സെക്യൂരിറ്റി എന്നെ ഉള്ളിൽ വിടുമെന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വരവേൽപ്പ് എന്താണ് ദൈവമേ, എനിക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ നേരെ അവിടെ ഡയറക്ടേഴ്സിൻ്റെ ലെവലിലുള്ളൊരു ക്യാൻറ്റീൻ ഉണ്ട്, റിച്ച് ആയിട്ടുള്ള ക്യാൻറ്റീൻ. ആ ക്യാൻറ്റീനിൽ എനിക്ക് കോഫിയൊക്കെ തന്നു, വരും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കമ്മിറ്റി അപ്ലൈക്കും എല്ലാം റെഡി ചെയ്തു. എന്തുകൊണ്ടാണ് അവർ പണം തരാത്തത് എന്നുള്ളതിന് കുറേ ന്യായങ്ങൾ അവർ പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ വിസ്മയിച്ച് നിന്നിരുന്നു. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയി. അത് അങ്ങനെ ആകുമല്ലോ മനുഷ്യർ. പെട്ടെന്ന് എല്ലാം ഞാൻ കേട്ടു. ഇടയ്ക്കൊന്നും അവരോട് സംസാരിച്ചില്ല. കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു 10 നിമിഷം അവരോട് സംസാരിച്ചു. വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. അവരുടെ തെറ്റെന്താണ്, എന്തുകൊണ്ട് അവർ തന്നില്ല, അവർ തന്നില്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്യും. സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിച്ചു. അതിൽ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു ഞാൻ പേടിപ്പിച്ചു അവരെ, നിയമപ്രകാരം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള ഒരു അണ്ടർ സെക്രട്ടറി എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഡൽഹിയിലുള്ള, അദ്ദേഹത്തിനോടൊക്കെ ഞാൻ പറഞ്ഞൊക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് വൺ മോർ മീറ്റിംഗ് ആഫ്റ്റർ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, വരുന്ന എൻ്റെ ക്യാബിനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും ഇയാളും കൂടെ പറഞ്ഞു, സുരേഷ് കുറച്ച് നേരം നമുക്കൊന്ന് ഈ ഒഫീഷ്യലായിട്ടൊന്ന് സംസാരിക്കേണ്ട, നമ്മൾ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കാമല്ലോ. ലഞ്ച് എൻ്റെ കൂടെ നിങ്ങൾ കഴിക്കും, ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്. വെജിറ്റേറിയൻ ആണെന്ന് സുരേഷ് പറഞ്ഞല്ലോ, അവിടെ വെജിറ്റേറിയൻ ഫുഡ് തന്നെ ഉണ്ട്, നല്ല വൃത്തിയായിട്ടുള്ള നാടൻ ഫുഡാണ് എന്നൊക്കെ പറഞ്ഞ്. എന്തെങ്കിലും കേരളത്തിലെ ഐറ്റം വളരെ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, ഉള്ളിത്തീയൽ, ചമ്മന്തി, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മോരൊഴിച്ച് കൂട്ടാൻ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അദ്ദേഹം എല്ലാം സ്പെഷ്യൽ കുക്സൊക്കെ വെച്ചിട്ട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ബ്രൊക്കോളി ഐറ്റംസ്, അങ്ങനെയൊക്കെ ചില ഐറ്റംസൊക്കെ നമ്മൾ പറയില്ല, വെറുതെ പറഞ്ഞാൽ അപ്പോൾ അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിൽ വിചാരിച്ചിട്ട് തമാശ പറഞ്ഞതാണ്. പക്ഷേ അതെല്ലാം അവിടെ പുള്ളിക്കാരൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഞങ്ങൾ വീണ്ടും ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ നടക്കാൻ പോകും. അപ്പോൾ നമുക്ക് കം ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എവിടെയാണ് ജനിച്ചത്, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനമ്മയുടെ ഒരേ മോനാണ്, എൻ്റെ അച്ഛനമ്മ നന്നായി വളർത്തി, വളരെ സ്നേഹമുള്ള അച്ഛനമ്മയാണ്. അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ്റെ അസുഖത്തിന് ഞാൻ എന്തെല്ലാം അച്ഛൻ ചെയ്തു, അങ്ങനെയെല്ലാം ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടായി. അച്ഛൻ മരിച്ചിട്ട് ഞാൻ എന്തോരം കരഞ്ഞു. പിന്നെ അമ്മയെ ഞാൻ നന്നായി നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ അമ്മയെ മാത്രമായിട്ട് ഞാൻ കാറിലെവിടെയെങ്കിലും കൊണ്ടുപോകും, അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എൻ്റെ പ്രശംസ പറയാം. ഞാൻ നല്ലൊരു മോനാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല മോനാണ്, സത്യം പറയുന്നതെല്ലാം. പക്ഷേ അതെങ്ങനെ സുഖിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു ചേച്ചിയാണല്ലോ, ചേച്ചിയൊക്കെ വളരെ സ്നേഹമാണ്, പിന്നെ ഞാനിങ്ങനെ കുറച്ച് പേരെ പഠിപ്പിക്കുന്നുണ്ട്, അതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതൊന്നും കേൾക്കില്ല. അച്ഛനമ്മയെ പറ്റി പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, എൻ്റെ അച്ഛൻ എങ്ങനെയാണ്, അതാണ്. അച്ഛനെ പറ്റി പറഞ്ഞു, അമ്മയെ പറ്റി പറഞ്ഞു, അവരെന്നെ സ്നേഹിക്കുന്നതും അവരോടുള്ള എനിക്ക് ബഹുമാനവും, അമ്മയുടെ പാണ്ഡിത്യത്തിനെ പറ്റി അമ്മയ്ക്ക് അറിയാവുന്ന അമ്മയുടെ സംസ്കൃതം, പിന്നെ മലയാളം, തമിഴിലുള്ള അമ്മയുടെ പാണ്ഡിത്യം, അമ്മയുടെ വായന, അച്ഛൻ്റെ കച്ചവടം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പമാണല്ലോ, വളരെ നിഷ്കളങ്കനാണ്. ഇപ്പം തന്നെ നിഷ്കളങ്കനാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഞാൻ തള്ളുകാൻ പറയും ചിലപ്പോൾ. എനിക്ക് അങ്ങനെ ഒരു തെറ്റായ ദർശനം എനിക്കില്ല, എല്ലാത്തിലും നല്ല തന്നെ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ എൻജോയ് ചെയ്യുക. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തോ ഇങ്ങനെ കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം 4-ാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചു, എന്താ നിങ്ങൾ അല്ല സുരേഷ്, കണ്ണിലെന്തോ ഒരു ഡസ്റ്റ് പോയ പോലെ ഉണ്ട്. ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കണ്ണിലല്ലേ ഡസ്റ്റ് പോകുള്ളൂ, 2 കണ്ണിലെങ്ങനെയാണ് ഡസ്റ്റ് പോവുക? അപ്പോൾ അയാൾ ചിരിച്ചു. അയ്യോ, നിങ്ങൾ ഇത്ര ഇന്നസെൻ്റ് ആണല്ലോ, മനസ്സിൽ തോന്നുന്നു എങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ളും നല്ലൊരു സൗഹൃദം വന്നു. അദ്ദേഹത്തിന് ഒരു 50 കൊല്ലം 60 കൊല്ലം പരിചയപ്പെട്ടതുപോലെ ഞങ്ങൾ 2 പേർക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിക്കാൻ പോയിരുന്ന സമയത്ത് നമ്മൾ ഒരാളുടെ കൂടെ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ആഹാരം കഴിക്കുന്ന എന്നെപ്പറ്റി അദ്ദേഹത്തിനെ പറ്റി എന്നെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്. ചില ആൾക്കാരോട് നമ്മൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ തന്നെ അവരെങ്ങനെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനെങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ഒരു അനുജനോട് കുറേ കാലം കഴിഞ്ഞ് വന്ന അനുജനോടുള്ള സ്നേഹത്തോടു കൂടി ആഹാരം കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹം എനിക്ക് ആഹാരം തന്നതൊക്കെ.
ഇത് കഴിക്കൂ, ഇത് സുരേഷിന് ഇഷ്ടമല്ല, ഇത് കഴിക്കൂ, ഇത് കഴിക്കൂ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാനൊന്നുമില്ല. ഞാൻ ഇത്ര സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ കാണാൻ പോകുക എന്ന് വെച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് എപ്പോഴും അങ്ങനെയാണ്, ആരെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയാണ്. ഇതിപ്പോൾ വലിയ വഴക്കടിക്കാൻ പോകുകയല്ലേ എന്ന് വെച്ച് ഞാൻ കൈ വീശിപ്പോയതാണ്. അതിങ്ങനെ അപ്പോൾ അത് വിഷമമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നില്ല, നിങ്ങളിങ്ങനെ കെയർ ചെയ്യുന്നല്ലോ. അത് സാറില്ല സുരേഷ്, മദ്രാസിൽ ഞാൻ ജോലി ചെയ്ത ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മദ്രാസൊക്കെ അറിയാം, നെക്സ്റ്റ് ടൈം വരുമ്പോൾ സുരേഷ് ഉണ്ടല്ലോ, എനിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ സംസാരിച്ച് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഊണ് കഴിഞ്ഞാൽ ഒരു 10 നിമിഷം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഓക്കെ, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ ഫാക്ടറിയുടെ ചുറ്റൊക്കെ പോയി ഒന്ന് വാക്കിംഗ് പോകണം, ഞാൻ ആഹാരം കഴിച്ചാൽ ഉറങ്ങൊന്നുമില്ല, ഞാൻ വാക്കിംഗ് ഇവിടുത്തെ വർക്കൊക്കെ ഉറങ്ങാതിരിക്കാനായിട്ട് ആക്റ്റീവായിട്ട് കുറച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യും, ഫ്ലോർ വിസിറ്റൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അയാളുടെ ക്യാബിനിൽ പോയിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, ഒരു ചായ ആകും, ഇല്ല ഇപ്പൊന്നും ചായ വേണ്ട, 4 മണിക്ക് ചായ വേണം, എന്നാൽ വരും നമുക്ക് ഒരു വാക്കിംഗ് കൂടി പോകണം. ഫാക്ടറിയിൽ ഇങ്ങനെ അവരുടെ വലിയൊരു ഫ്ലോറാണ്, അവിടേക്ക് ഇങ്ങനെ നടന്നു വന്ന സമയത്ത് എൻ്റെ തോളിൽ കൈയിട്ടിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ നിന്നുള്ളത് നിങ്ങൾ നന്നായി കേൾക്കണം. ഇതുവരെ എന്നെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തരണം, ഇത് അദ്ദേഹത്തെ പറ്റിയുള്ള കഥ നിങ്ങൾ കേൾക്കും. അദ്ദേഹം പറഞ്ഞു, സുരേഷ് വലിയ സന്തോഷത്തിൽ അച്ഛനമ്മയെ നോക്കിയ കഥകളൊക്കെ പറഞ്ഞു, നല്ലതാണ്. എൻ്റെ അച്ഛനും അമ്മയും നല്ല അച്ഛനമ്മ, നല്ല സ്നേഹമുള്ള അച്ഛനമ്മ. സുരേഷ് അവരെ അച്ഛൻ മരിച്ചു, അച്ഛനെ നന്നായി നോക്കി, ഇപ്പം അമ്മയുണ്ട്, അമ്മയെ നന്നായി നോക്കുന്നുണ്ട്, സുരേഷിന് നല്ല വരുമാനമുണ്ട്, അമ്മയെ നല്ലപോലെ നോക്കുന്നുണ്ട്, സന്തോഷം. പക്ഷെ ഇതിലെന്താണ് വലിയ പ്രസക്തിയുള്ളത്? ഇതെന്താണ് വലിയ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശംസയായിട്ട് പറയാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുവരെ സംസാരിച്ച മനുഷ്യനല്ല, അതുവരെ എന്നെ വളരെ ക്ഷമയോടെ ശ്രവണം ചെയ്ത ഒരാളല്ല, വ്യത്യസ്തമായ ഒരു മനുഷ്യനായിട്ട് തോന്നി അപ്പോൾ ആ ശബ്ദം. അപ്പം എന്താണ് നിങ്ങൾ പറയുന്നത് ബാലകൃഷ്ണൻ സാർ, പറയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുരേഷേ, ഞാൻ അച്ഛനമ്മയ്ക്ക് ഒരേ മോനാണ്. ഏതുകൊണ്ടാണെന്ന് അറിയില്ല, ചെറുപ്പം മുതലേ ഈ 2 പേരും എന്നെ തല്ലും, അച്ഛനും തല്ലും അമ്മയും തല്ലും. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടിട്ട് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ അമ്മയും അച്ഛനും ഞങ്ങളെന്നെ കൂടെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് അവർ ആഹാരം തന്ന് തിരിച്ചും ഇവിടെ വരും, തിരിച്ചും ഇവർ തല്ലും. ഈ തല്ലും കൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ BCom വരെ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതുകൂടി റിലേഷൻസൊക്കെ കാശൊക്കെ തന്നിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചതൊക്കെ, ചില കൊച്ചു ജോലികളൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ ചെന്നൈയിൽ വന്നു, അവിടെ സുരേഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അവിടെ ഞാൻ CA പഠിച്ചു. അക്കാലത്തൊക്കെ CA പഠിക്കാൻ ഞാൻ അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഹോസ്റ്റലിനൊക്കെ ഞാൻ ചിലപ്പോൾ പല ദിവസം ആഹാരം പോലും ഇല്ലാണ്ട് പട്ടിണി കിടന്നിട്ടൊക്കെയാണ് പഠിച്ചത്. പക്ഷെ നല്ല മാർക്ക് വാങ്ങിച്ചു. ആ സമയത്ത് എന്നെ സഹായിച്ചത് സാമ്പത്തികമായിട്ടും എൻ്റെ വിശപ്പിനും എൻ്റെ ഡ്രസ്സിനൊക്കെ സഹായിച്ചതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. സൗഹൃദം പോലെ പരിശുദ്ധമായത് ഈ ലോകത്ത് ഒരു ബന്ധവുമില്ല, ഇൻക്ലൂഡിങ് പാരൻസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സൗഹൃദത്തിന് അദ്ദേഹം അത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചെറുപ്പം മുതലേ തല്ലി എല്ലാം ചെയ്തു. പിന്നെ ഇവർ നോക്കിയ ഒരാൾ നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു. ആ കുട്ടിയെ പോയി കണ്ടപ്പോൾ ആ കുട്ടിക്ക് എന്നോട് ഭയങ്കര സ്നേഹം, ഞങ്ങളാണ് CA പഠിച്ചിട്ടുണ്ട്, അതാണ്. എങ്കിലും ശരി പറഞ്ഞ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ഒരു 2 ദിവസം, 3-ാമത്തെ ദിവസം തൊട്ട് തന്നെ ഈ പുള്ളിക്കാർ ഭയങ്കരമായി ഭരിക്കാൻ തുടങ്ങി. ഭരണത്തിൻ്റെ അഗ്രത്തിൽ എവിടെയാണ് പോയത് വെച്ചാൽ, ഈ വയസ്സായ അച്ഛനമ്മയുടെ കൂടെ നിന്ന് എനിക്ക് എപ്പം നോക്കിയാലും വഴക്കടിക്കുന്നു, നിങ്ങൾ ചീത്ത പറയുന്നു, എനിക്ക് ഇഷ്ടമല്ല. ഈ സ്ത്രീ പറഞ്ഞു, അച്ഛനമ്മ വല്ലാതെ വയസ്സായിപ്പോൾ, പണ്ടത്തെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ, എനിക്ക് ഞാനുള്ളത് ഒരു മോനാണ്, അച്ഛനമ്മ അങ്ങനെ വിട്ട് വരാൻ പറ്റില്ല. അല്ലല്ല, നിങ്ങൾ തനിച്ച് വരണം. 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, ഒരു മാസമെങ്കിലും ആകട്ടെ, നിങ്ങൾ അവരോട് കൂടെ ഒന്ന് അച്ഛനമ്മയോട് ഒന്ന് പരിചയപ്പെടൂ, വയസ്സായ ആൾക്കാരല്ലേ. പറ്റില്ല പറഞ്ഞ് ഈ സ്ത്രീ അവർ വീട്ടിലേക്ക് പോയി. കുറച്ച് പണക്കുള്ള സ്ത്രീയാണ്. അവിടുന്ന് കറക്റ്റായിട്ട് ഒരു 20-ാമത്തെ ദിവസം ലീഗൽ നോട്ടീസ് അയച്ചു. അപ്പോഴേക്കും ഇയാൾക്ക് ഇവിടെ ജോലി കിട്ടി. അപ്പോൾ ചെന്നൈയിലാണ് ഏതോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത്. CA കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോഴേക്കും ജോലി കിട്ടി. ഇയാൾ ഇങ്ങോട്ട് പോന്നു. പിന്നുണ്ട് കോർട്ടിൽ നിന്ന് ഇങ്ങനെ നോട്ടീസ് വരികയാണ്, ഇങ്ങനെ വരണം എന്നൊക്കെ പറയുന്നു. അവിടെ പോയപ്പോൾ കേസ് ഇങ്ങനെ ഓരോ ദിവസം മാറ്റി വയ്ക്കുമല്ലോ, തള്ളി വയ്ക്കുമല്ലോ, അടുത്ത മാസം. അപ്പോൾ ഈ അച്ഛനമ്മ അപ്പോഴും ഇവനെ എപ്പോൾ നോക്കിയാലും ചീത്ത പറയുകയാണ്. ഇവൻ കാശ് കൊടുക്കുന്നുണ്ട്, പണം, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ജോലിക്ക് ഒരാളെ വെച്ചു, 2 പേരെ വെച്ചു അച്ഛനമ്മയെ നോക്കാനായിട്ട്.
അപ്പോഴും അച്ഛനമ്മയിൽ നിന്ന് ഒരു സ്നേഹവാക്ക് പോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ കഥകളൊന്നും എനിക്ക് അറിയുന്നില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഉണ്ടായിരുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നമ്മൾ വളരെ ആഴത്തിലൊന്നും ചോദിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ക്രൂരമായിരുന്നത് എനിക്കറിയില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞുമില്ല. അത് കഴിഞ്ഞ് കേസിൻ്റെ ഫൈനൽ ലെവലിൽ കേസ് വന്നപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും ഇവനെ എതിരായിട്ട് ഇവൻ്റെ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. ഇവന് കണ്ണ് തള്ളിപ്പോയി. ഇയാൾക്ക്, ഇവനല്ല ബാലകൃഷ്ണൻ സാർക്ക് കണ്ണ് തള്ളിപ്പോയി. ഇതെന്താണിത്, ഇങ്ങനെയൊക്കെ നടക്കുമോ പറഞ്ഞ് ആകെ തകർന്നു പോയി നിൽക്കുന്ന സമയത്ത് ആ ജഡ്ജിന് ഇയാളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഈ പാവത്തിന് ഇവരെല്ലാവരും കൂടി കൊടുക്കുകയാണെന്നുള്ളൊരു അറിവ് ആ ജഡ്ജിന് വന്നിട്ട് 3-4 ചോദ്യം മാറി മാറി അച്ഛനമ്മയോട് ചോദിച്ചു, ഈ സ്ത്രീയോട് ചോദിച്ചപ്പോൾ എല്ലാം മനസ്സിലാക്കിയത് എല്ലാം കഥകളാണ്, ഈ വക്കീൽമാർ പറഞ്ഞിട്ടുണ്ടാക്കിയ കഥകളാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തന്നെ ജഡ്ജി തന്നെ എല്ലാ ചോദ്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് കേസിനെ ഇയാളെ കുറ്റവിമുക്തനാക്കി. എന്തൊക്കെയോ ഈ ഭാര്യ ഭർത്താക്കന്മാർ കേസിൽ വരുമ്പോൾ എല്ലാം ഇല്ലാത്തതൊക്കെ എഴുതുമല്ലോ വക്കീലൊക്കെ, ഭാര്യ ഓരോ സൈഡിലും. അതൊന്നും ഇയാൾ ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് 2 പേർക്കും ഡൈവോഴ്സും കിട്ടി. അത് കഴിഞ്ഞ് ഇയാളും വീട്ടിൽ പോകുന്നു. അമ്മയോട് അച്ഛനും എന്തിനാണ് എന്നെ എതിരായിട്ട് നിങ്ങൾ ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല. അടുത്ത 2 മാസത്തേക്കുള്ള കാശ് കൊടുത്തു. അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ കാശ് 2 പേർക്ക് ജോലി ഉള്ള കാശൊക്കെ കൊടുത്തു. ഒന്നും ചോദിക്കാൻ പോയില്ല. തിരിച്ചും മദ്രാസിലേക്ക് വന്നു. അങ്ങനെ മദ്രാസിലൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വരുന്നു, അമ്മയും അച്ഛൻ 2 പേർക്കും വല്ലാത്ത പനിയാണ്, സൂക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജോലിക്കാർ ഫോൺ ചെയ്തു. അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ഈ അമ്മയ്ക്ക് എന്തോ ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം, അച്ഛന് കിടപ്പായി. ഏകദേശം 2 പേരും പേഷ്യൻസ്. അപ്പോൾ ഈ ജോലിക്കാർ പറയാൻ തുടങ്ങി, ഇവർ വല്ലാതെ ചീത്ത പറയുന്നു, ഞങ്ങൾക്ക് ഇവർ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുറച്ച് അപ്പോൾ ഇയാൾക്കറിയാലോ സ്വന്തം മകനെ തന്നെ സ്നേഹിക്കാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ ജോലിക്കാരെ സ്നേഹിക്കുക. അപ്പോൾ ഇയാളൊരു തീരുമാനം എടുത്തു, നമ്മളൊരു മോനാണ്, അച്ഛനും അമ്മയാണ്, നമ്മുടെ കടമയാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ അയച്ചിട്ട് ചെന്നൈയിലുള്ള ജോലി രാജിവെച്ച് ഉള്ള കാശും കൊണ്ട് അവിടെ അച്ഛനും അമ്മയും നോക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 3 കൊല്ലം 3.5 കൊല്ലം, 3ാമത്തെ കൊല്ലം അമ്മ മരിക്കുന്നു, 3.5 കൊല്ലം ഒരു 6 മാസമോ 7 മാസമോ കഴിയുമ്പോൾ ഈ അച്ഛൻ മരിക്കുന്നു. ഇവരെ പൊന്നുപോലെ നോക്കാൻ എന്താണ്, യൂറിനും മോഷനും എടുത്തു 2 പേരെയും കുളിപ്പിച്ച് എല്ലാം ചെയ്യും, കൊച്ചു മക്കളെ ചെയ്യുന്ന പോലെ. ആ ഒരു അവസ്ഥയിൽ പോലും അവരൊരു സോറി എന്നുള്ളൊരു വാക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞില്ല, അദ്ദേഹം പ്രതീക്ഷിച്ചുമില്ല. അങ്ങനെ ഈ 2 പേരുടെ മരണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആരുമില്ല, കൂടപ്പിറപ്പുകളില്ല, അച്ഛൻ അമ്മ ഇല്ല, ക്രൂരമായി സംസാരിക്കുന്ന അച്ഛനമ്മയും ഇല്ല, ആ ഭാര്യയാണെങ്കിൽ ഡൈവോഴ്സായി. അങ്ങനെ തനിച്ച് നിൽക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാവരും, എൻ്റെ ഒരു ഗുരു പറഞ്ഞു, ജീവിതത്തിൽ എല്ലാവരും ഒരു ദിവസം ഒറ്റയ്ക്ക് നിൽക്കും. അന്ന് അവൻ്റെ കൂടെ അവനെ സഹായിക്കാനോ അവൻ്റെ കൂടെയോ ആരും ഉണ്ടാകില്ല. പക്ഷേ ആ സമയത്ത് അവൻ്റെ കൂടെ ദൈവം ഉണ്ടാകും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അയാളോട് പറഞ്ഞില്ല, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയാൾ പാവം കർച്ചീഫ് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അയാൾ കരയുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഞാനിങ്ങനെ സുരേഷെ വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ട് തിരിച്ചും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഓരോരുത്തർ കാണുമ്പോൾ ഇങ്ങനെ ശരിക്കും ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്ക് പിന്നെ ഈ കഥകൾ ഇങ്ങനെ തുടങ്ങി. ഇങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര. ഇതിങ്ങനെ ഒരു 4:30 മണി വരെ ആയപ്പോൾ പറഞ്ഞു, വാ നമുക്കൊരു ചായ കുടിക്കാൻ സുരേഷ്, ഞാൻ നിന്നെ ക്ഷീണിപ്പിച്ചോ, ചായ കുടിക്കാൻ പോയി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എന്ത് പറ്റിയും. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, തിരിച്ച് ഞാൻ പഴയ കമ്പനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോസ് ഡൽഹിയിൽ വലിയൊരു പോസ്റ്റിലാണ്, അദ്ദേഹം വന്ന് എന്നെ അവിടെ കാണാൻ പറഞ്ഞു. ഞാനവിടെ പോയി. അവിടെയാണ് ഇത്രയും വലിയ ഫൈനാൻസ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിൽ, അപ്പോഴൊക്കെ CA പഠിച്ച ആൾക്കാരെ കിട്ടാൻ വലിയ, ഞാൻ ആ പോസ്റ്റിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത് ഇത്രയും കൊല്ലമായിട്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബം അതൊക്കെ ദൈവം തരാതിരിക്കുമോ സുരേഷ്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അതേ എന്താ പറയുക കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകമൊക്കെ തന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും എല്ലാവരും കൂടിയിട്ട് ഫിക്സ് ചെയ്ത ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു. അതിൽ 2 മക്കളുണ്ട്. സുരേഷിനെ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ക്ഷീണിച്ച് നിങ്ങളുടെ കഥയൊക്കെ കേട്ടിട്ട് ഞാൻ ഇന്നൊരു ദിവസം വരാം, നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ വരാമെന്ന്. നെക്സ്റ്റ് ടൈം എന്നെ കാണാൻ വരുമോ? നമ്മൾ ഇത്രയും കോടി നിങ്ങൾക്ക് തരണ്ടേ? അത് ശരി, നെക്സ്റ്റ് ടൈം സുരേഷ് വരേണ്ടി വരില്ല. അതെന്താ? ഇതാ ചെക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഒരു കവറിലവിടെ ചെക്ക് ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും രൂപയുടെ പണം
ഫുൾ പണം. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ പണം ക്ലെയിം ചെയ്തു ഇതിൻ്റെ പലിശയൊക്കെ ആയിട്ട്. അതൊന്നും തന്നില്ല. എത്ര പണം തരാനുണ്ടോ അത്രയും പണം ഒരു ചെക്ക് ഇട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അതിലുണ്ട്, വേറൊരാളുടെ സിഗ്നേച്ചറുണ്ട്. എനിക്കാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ, വലിയ വലിയ ആൾക്കാർ പോയിട്ട് കിട്ടാത്തത്. ഞാനൊരു സാധാരണ ചെറിയ പയ്യൻ, സാധാരണ ആൾ അവിടെ പോയി ഈ ചെക്കും കിട്ടിയപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് എനിക്ക് ഈ പണം കിട്ടിയത് ഇത്ര വലിയ പണം കിട്ടിയതിൽ എനിക്ക് ഒരു സന്തോഷവുമില്ല. പക്ഷേ എൻ്റെ സന്തോഷം മുഴുവൻ ഈ ബാലകൃഷ്ണ സാറിനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയല്ലോ. അയാൾ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പം നിങ്ങളോട് പറഞ്ഞതൊക്കെ ഒരു 5%, 95% ബാക്കിയുണ്ട്. ഫിലോസഫി പറഞ്ഞു, ആത്മീയത പറഞ്ഞു, ദൈവത്തിൻ്റെ അനുഭവങ്ങളെ പറ്റി പറഞ്ഞു, എന്തൊക്കെയോ അദ്ദേഹം എന്നോട് പറഞ്ഞു. ജീവിതത്തിൽ പല അനുഭവങ്ങളും പറഞ്ഞു. ഒരു വലിയൊരു ലൈബ്രറിയിൽ പോയിട്ട് ആ ലൈബ്രറിയിലുള്ള വായനശാല അല്ലേ മലയാളത്തിൽ, വായനശാലയിൽ പോയിട്ട് വായനശാലയിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരു മനുഷ്യന് എങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമല്ലോ, അല്ല അതുപോലെയായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് കൂടി. പിന്നെ ആ ചെക്ക് കണ്ടുകൊണ്ട് എനിക്ക് നിറഞ്ഞു പോയി. ഞാനിങ്ങനെ ഇമോഷണലായി. അവൻ എന്നടുത്ത് തോന്നുന്നത് ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ, ഞങ്ങൾ തരേണ്ട പണമല്ലേ. സുരേഷിൻ്റെ പ്രസൻറ്റേഷൻ ഞങ്ങൾക്ക് നന്നായിരുന്നു. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ സുരേഷ് നന്നായി പേടിപ്പിച്ചല്ലോ. അവരൊക്കെ ഈ ഡിസിഷൻ എടുക്കാത്ത ആൾക്കാർക്ക് എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്മാരൊക്കെ പേടിച്ചു. അപ്പോൾ സുരേഷ് ഇവിടെ അരമണിക്കൂർ ഉറങ്ങുന്ന സമയത്താണ് അർജൻറ്റ് മീറ്റിംഗ് വെച്ചത്. എല്ലാവരും സാർ എങ്ങനെയെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കണം സാർ, അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് ഡൽഹിക്കാന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനുടനെ എനിക്കൊന്നുമില്ല ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ലാൻഡ് ലൈനിൽ ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങനെ എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, ഇങ്ങനെ അമ്മ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഞാൻ വരും അമ്മയെന്ന് പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അമ്മ പറഞ്ഞു നാളെ കാലത്ത് ചെക്കും കൊണ്ട് പോയാൽ മതി ഓഫീസിലേക്ക്. അപ്പോൾ അച്ഛനും പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി മോനെ, ഇപ്പോൾ അവർക്ക് ഫോൺ ചെയ്തൊന്നും പറയേണ്ട, സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ചെക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി തന്നെ പോകണം, കാരണം ഇത്രയും വലിയ എമൗണ്ട് ആണല്ലോ, അത് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല ഒന്ന് വീട്ടിലേക്ക് വരുമോ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ഞാൻ പോയി. അപ്പോൾ നേരത്തെ ഇയാൾ പറഞ്ഞ് കുറച്ച് നേരത്തെ പോകാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിനും കൂടെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി. പുള്ളിക്കാരൻ്റെ വൈഫും മക്കളെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഇതൊന്നും വലിയ അതിശയമല്ല. ഞാൻ പുറപ്പെടുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ റൂം പോലെ ഒരു റൂമുണ്ട്. നോക്കിയപ്പോൾ അവിടെ ഉണ്ട് ഒരു വയസ്സായ അച്ഛനും അമ്മയും. ഞാൻ പറഞ്ഞു ഇവരാരാണ്? സുരേഷ് ഇവർക്ക് മക്കളില്ല, ഞങ്ങളൊരു എപ്പോഴും ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഇങ്ങനെ എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എനിക്ക് അച്ഛനമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അതുകൊണ്ട് ഓൾഡ് ഏജ് ഹോം പോയിട്ട് ഞാൻ ഞായറാഴ്ച കുറേ നേരം അവിടുത്തെ എൽഡേഴ്സിനോട് സംസാരിക്കും. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു കപ്പിളാണ് ഇവർക്ക് ആരുമില്ല, ഇവർ വിസിറ്റ് ചെയ്യാൻ പോലും ആരുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പിന്നെ ഇവരെ മാത്രം കാണാനാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് അവർ ഓൾഡ് ഏജ് ഹോമിൽ, നമുക്ക് വലിയ വീടുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. എൻ്റെ ഭാര്യയും അതിന് സമ്മതിച്ചു, എൻ്റെ മക്കളും സമ്മതിച്ചു. അങ്ങനെ കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട് ഇവർ ഞങ്ങളുടെ വീട്ടിലാണ്. ഇവരാണ് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവരോട് ഞാൻ പോയി സംസാരിച്ചു. എൻ്റെ പൊന്നു മോനെ ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞു ഒരു പുതിയ സുഹൃത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ മോനെ പറ്റിയൊക്കെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായ കാലഘട്ടമാണ് ഞാനിപ്പോൾ പോകുന്നത്. ജീവിതത്തിലെ സന്ധ്യയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഈ സന്ധ്യാകാലത്ത് ഇങ്ങനെ നല്ലൊരു മോനെയും മോളെയും കുട്ടികളൊക്കെ എനിക്ക് കിട്ടി, എൻ്റെ പൊന്നുപോലെ ഞങ്ങൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടുന്ന് യാത്ര പുറപ്പെടുന്ന സമയത്ത് എനിക്ക് പറയുമ്പോൾ ഇമോഷണലാകുന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെല്ലാവരും എന്നെ, അവരൊരു കുടുംബത്തിലൊരാൾ പോലെ. എനിക്ക് എന്താ പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല. ഞാൻ എൻ്റെ കണ്ണീർ, അവരും അദ്ദേഹം എന്തുകൊണ്ടോ ശരി കണ്ണുനീര് അടിഞ്ഞു പറഞ്ഞ പോലെ ഞാനും എൻ്റെ കണ്ണീന്നും കണ്ണിങ്ങനെ നിറഞ്ഞ കവിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അങ്ങനൊരു അവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ ഇവിടെ ചെന്നൈക്ക് വന്നു. അടുത്ത ദിവസം കാലത്ത് നിങ്ങൾക്കറിയാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്നു, എനിക്ക് വലിയൊരു പാർട്ടി തരുന്നു, എന്നെ റിസീവ് ചെയ്യുന്നു. എല്ലാവരും അതിന് ചെയർമാനൊക്കെ വന്ന് എന്നെ പറഞ്ഞ് ഇതുവരെ ഓക്കെ ഇന്നോട്ട് നീ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. എൻ്റെ അച്ഛനമ്മ എല്ലാവർക്കും സന്തോഷം, എൻ്റെ കളീഗ്സിനൊക്കെ സന്തോഷം. ഈ ബാലകൃഷ്ണൻ സാറുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹം ചെന്നൈക്ക് വരുമ്പോൾ, ഫാമിലിയായിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കും. ഞാൻ കേരളത്തിലധികം പോകാറില്ല. എനിക്ക് കേരളത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു കാര്യം അദ്ദേഹം ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, അവിടെ നടക്കും. അങ്ങനെയൊക്കെ സൗഹൃദം അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അന്ന് മുതലാണ് ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് റിലേഷൻ സൗഹൃദമാണ്. പിന്നെ ആത്മലോകത്തിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അച്ഛൻ, അമ്മ, ഈ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മൾ ആത്മലോകത്ത് നമ്മൾ ഒന്നിച്ചുള്ള സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ടാണ് സൗഹൃദത്തിന് ഇത്രയും വാല്യൂ. കുറേ നേരമായി വലിയ കഥയാണ്, ഒരു ദിവസം നീണ്ടു നിന്ന ഒരു സംഭാഷണം അല്ല. അതാണ് ഞാൻ ഇത്ര നിമിഷത്തിനുള്ള ചുരുക്കി പറഞ്ഞതെങ്കിലും അധികം ഞാൻ സംസാരിച്ചു എന്ന് തോന്നുന്നു.
പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാൽപ്പനികമായിട്ടുള്ള അല്ലാത്ത ഒരു നല്ല സത്യമായ ഒരു കഥ, ജീവിതത്തിൽ നടന്നൊരു കഥ നിങ്ങളോട് പറയാൻ പറ്റി. അതിലുള്ള മൂല്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, ശുഭദിനം നേരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുവരെ എഴുതാത്ത ആൾക്കാരിൽ നിന്നും അഭിപ്രായം പറയാത്ത ആൾക്കാരിൽ നിന്ന് വോയിസ് മെസ്സേജോ 2 വരി ലൈനോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിന് നിങ്ങൾ ചെയ്താൽ എനിക്ക് സന്തോഷമായിരിക്കും. ഞാനെന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഇമോഷണലായിട്ട് സംസാരിച്ചത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ സംസാരിച്ചതെന്ന്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കൂ. എനിക്ക് നിങ്ങളെല്ലാവരും ആരെയും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഗ്രൂപ്പിലുള്ള ഒരൊറ്റയാളെ എനിക്കറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് പക്ഷേ എനിക്കെന്തോ വളരെ സ്നേഹമാണ് നിങ്ങളെല്ലാവരോടും. ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്, UK ഗ്രൂപ്പിലും, PMC UK, BMC ജർമ്മനി, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. പക്ഷേ എന്തോ ഇത് എൻ്റെ വേരുകളല്ല മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷ, ഒരു ഭാഷ കൊണ്ട് നമ്മൾ ഒന്നിച്ച ആൾക്കാർ. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് എൻ്റെ റിലേഷൻ കൂടി ആയിരിക്കാം മലയാളികളായതുകൊണ്ട്. ആ സ്നേഹം കൊണ്ട് ഞാൻ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിന് എനിക്ക് തിരിച്ചു തരാനൊന്നുമില്ല. നല്ല ആശംസകളും സ്നേഹവും ഇതുപോലെ എനിക്കറിയാവുന്ന കൊച്ചു അനുഭവങ്ങളും നിങ്ങളോട് ഞാൻ എപ്പോഴും പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഏറെ സന്തോഷം. പ്രകൃതി, കോസ്മിക് എനർജി, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.